ആർക്ക് കൊടുക്കാനടി? അല്ല, ആർക്ക് കൊടുക്കാനാന്ന്? ആൾക്ക് പേരില്ലേ? അനൂപ് PS. അയ്യേ, ആ കോന്ത്രമ്പല്ലനാ? ഓ, അവൻ കോന്ത്രപ്പല്ലൊന്നുമല്ല, അവൻ സുന്ദരനാ. അയ്യേ, നീ എന്ത് കണ്ടിട്ടാടി എന്നെ പ്രേമിച്ചത്? അവന്റെ സൗന്ദര്യം കണ്ടിട്ടു. നീ എങ്ങനെ പ്രേമിച്ചടി അതിനെ? നീ 96 സിനിമ ഉണ്ടായിരുന്ന? ഞാൻ 16 കേട്ടിട്ടുണ്ട്. അതല്ലെന്ന് 96 96 ആ സിനിമയ്ക്കകത്തെ നായകനും നായികയുടെ അവസരം ഇങ്ങനെ ഒരുമിക്കുമല്ലോ, അതുപോലെ ഞാനും അനൂപ് PS ഒരുമിക്കും. അതിനുവേണ്ടി ഒരു മഞ്ഞ ചുരിദാർ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുമിക്കുമ്പോഴേക്കും ആ മഞ്ഞ ചുരിദാറിന്റെ കളർ മൊത്തം ഇളകി പോയിട്ടുണ്ടാവും. അല്ല, നീ എന്ത് കണ്ടിട്ടാണ് അവനെ പ്രണയിച്ചത്? നമ്മളെ സ്കൂൾ വാരാന്തയില് നിക്കുമ്പോ ഒരുമാതിരി പാതിര കാറ്റ് ഇങ്ങനെ ഒരു മണം ഇങ്ങനെ ഒഴുകി വരും. അയ്യേ, അത് മൂത്രപ്പെരയിലെ കാറ്റാടി. അനൂപ് PS യൂണിഫോം ഇട്ടോണ്ടേ ഇങ്ങനെ നടന്നു വരുമല്ലോ, അപ്പൊ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. അത് നിനക്ക് കഴിഞ്ഞ ആഴ്ച ചെങ്കണ്ണല്ലായിരുന്നു, അതുകൊണ്ടാ. അതിന്റെ അച്ഛൻ പോയി തലപ്പൊടി കണ്ടിട്ടൊരു നാണക്കാരിയാന്ന് തോന്നുന്നു. എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? നാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വന്നിരിക്കൂ, നാണിക്കേണ്ട കാര്യമില്ല. അയ്യോ, എനിക്കൊരു നാണമൊന്നുമില്ല. ചേട്ടൻ ഇവിടെ വന്നിരിക്കട്ടാ. എനിക്കെന്താ ഞാനിക്കുന്നത്? അല്ല, സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചേട്ടാ. ഞാൻ പേടിച്ചു പോയി. ചേട്ടാ, ശരിക്കും പറഞ്ഞാലേ ഇതെന്റെ രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റാ. ചതിയാ മണിയാ ബ്രോക്കറെ, നീ എന്നെ ചതിച്ചതാണോ? അയ്യോ അയ്യോ അയ്യോ. അല്ല ചേട്ടാ, എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? ചേട്ടാ, ഞങ്ങളുടെ അവിടെ ഒരു ക്ലബ് ഉണ്ട്. ആ ക്ലബിൽ ഒരു നാടകം ഉണ്ടായിരുന്നു. മണിയറേന്നായിരുന്നു അതിന്റെ പേര്. അതില് നായിക ഞാനായിരുന്നു, ദിനേശ് ചേട്ടനായിരുന്നു നായകനെ. അങ്ങനെ അതിലൊരു ആദ്യ രാത്രി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ ദിനേശ് ചേട്ടൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ പറഞ്ഞ അങ്ങ് ജീവിക്കും ചേട്ടാ. നാടകം. ഈ ദിനേശൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദിനേശൻ ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നാളെ കൂട്ടുകാരൊക്കെ ടൂറിന് പോവും, എനിക്കും പോണം. ഈ വാക്കിനങ്ങോട്ട് ചെന്ന് പറഞ്ഞ നിന്നെ ചാടിക്കോ അങ്ങേരെ. വിളിച്ചതാ. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണോന്ന്. എന്തോ കോക്കം പിച്ചടി പറ. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവും അവൻ. കാണാൻ ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത് കാണുമല്ലോ. നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. നീ പൈസ വല്ലതും കൊടുക്കുന്നേ? എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിറങ്ങാൻ പോകുന്നതിന്? 5000 രൂപ. എന്റെ ആങ്ങളെ തന്നെ ഐശ്വര്യയെ പോലൊരു പെണ്ണിനെ കെട്ടണമെന്നും പറഞ്ഞാൽ നടന്നത്. പക്ഷെ അതുപോലെ ഒരു പെങ്കൊച്ചിനെ കേട്ടോ കിട്ടിയത്. പക്ഷെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഒന്ന് അടിച്ച് നനച്ച് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഐശ്വര്യ പതുക്കെ ഇളക്കി പോകാൻ തുടങ്ങി. ആങ്ങളെ പിറ്റേ ദിവസം എന്നിട്ട് ഐശ്വര്യയെ അന്വേഷിക്കുക. എനിക്ക് ഓൾറെഡി ഒരു കുത്തിത്തിരിപ്പ് നാത്തും പോലും ഉള്ളി കിടപ്പുണ്ടല്ലോ. ഞാൻ ഏതും പറയാത്ത എന്റെ കെട്ടിയവനോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ല എന്റെ ആങ്ങളെ അവിടെ ഐശ്വര്യ അന്വേഷിക്കണം. അപ്പൊ പുള്ളി പറയാം, അളിയൻ 2 ദിവസമായിട്ടല്ലേ അന്വേഷിച്ച് കിടക്കുന്നത്, ഞാൻ 7 വർഷമായിട്ട് അന്വേഷിച്ച് കിടക്കുവാന്ന്. പുള്ളി മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട് രമേശ് ചേട്ടാ. ഋതിക് റോഷനെ പോലെ ഒരാളെ കെട്ടാൻ ആഗ്രഹിച്ച് ഞാൻ ഇപ്പോഴും ഈ റേഷനും താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു ചേട്ടാ? അച്ഛൻ പിന്നെ ആ ദേഷ്യത്തിന് എന്നെ തേച്ചിട്ട് അച്ഛനെ തേച്ചിട്ട് പോയ ആ സ്ത്രീയില്ലേ അവരുടെ അനിയത്തിയെ ഓടിച്ചിട്ട് കല്യാണം കഴിച്ചു. ആണോ? അയ്യോ, അങ്ങനെ ആവുമ്പം ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയല്ലേ? അതങ്ങനെ ചേട്ടന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് ചേട്ടന്റെ അമ്മയുടെ ചേച്ചിയല്ലേ? അതെ അതെ അല്ലേ? അതെ. ആ ചേച്ചിയുടെ അനിയത്തിയല്ലേ രണ്ടാമത് ചേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ചത്? ഒരു ചേച്ചിയുടെ അനിയത്തി എന്ന് പറയുമ്പോ ആരാ? അത് കുഞ്ഞമ്മയല്ലേ? കുഞ്ഞമ്മയാണ്. അങ്ങനെ ആവുമ്പോ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയാ. എന്റെ അമ്മ എവിടെ പോയി? ചേട്ടന്റെ അമ്മ എവിടെ പോയി എനിക്കറിയാവോ? അമ്മേ, എന്റെ അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? അമ്മേ, 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 എനിക്ക് അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എടാ പേക്കൂത്ത് കാണിക്കാതെ പോയി കിടന്ന് ഉറങ്ങടാ കൊച്ചെ. ഇത് തന്നെ എന്റെ അമ്മ. ആണോ? അത് തന്നെ എന്റെ അമ്മ. അതെ അതെ. എന്നിട്ട് അച്ഛൻ എന്ത്? ചേട്ടാ, ചേട്ടന്റെ കത്ത് കൈ കിട്ടിയതും ഞാൻ എന്റെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്ത്. അയ്യോ, അപ്പൊ കെട്ടിയതാണോ നിങ്ങള്? ഒരിക്കൽ എന്റെ പൊന്നോ, ഞാൻ ഫ്രഷാ. അതുകൊണ്ട് അമ്മ ചെന്നൊന്ന് പോയി തരോ? അങ്ങനെ പറയരുത്. അല്ല, എങ്ങനെ ഡിവോഴ്സ് ചെയ്തത്? അതോ, എന്റെ ഭർത്താവ് ഒരു ചതിയനാ, നേരും നിറയില്ലാത്തവരാ. അയാൾ എന്നോട് ഒരു നുണ പറഞ്ഞു.
എന്ത് പറഞ്ഞു? നുണ പറഞ്ഞു. എന്തുന്നാ? അയാള് തിരുവനന്തപുരത്ത് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് ജോലിക്ക് പോയിരിക്കുന്നു. ഇപ്പൊ എവിടെ പോയാലും ശമ്പളം കിട്ടിയാ പോരെ? അയാള് കൊല്ലത്തിണ്ടെന്ന് വിചാരിച്ച് ഞാനും എന്റെ ബെസ്റ്റ് ശശിയണ്ണനും കൂടെ കൊല്ലത്ത് കറങ്ങാൻ പോയി. നമ്മളെ കൈയോടെ പോക്കി. അയാള് നുണയനല്ലേ? അയാള് നുണയനല്ലേ? അയാളെല്ലാം നുണയൻ. പിന്നെ നിങ്ങൾ അന്നെ നുണ പറഞ്ഞ നുണച്ചി. പോയേട്ടാ ഇവിടെ. എന്തോ കാണിക്കുവാ? കളം വരച്ചതാ. ഇവിടുന്ന് സർപ്പ പാട്ട് കിടക്കണം.